ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഞാനിന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു മീൻ പൊരിച്ചയാണ് ഉണ്ടാക്കുന്നത്. ഈ മീൻ പൊരിച്ച ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം മസാല ഒന്ന് അരച്ചെടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 വെളുത്തുള്ളിയും അതുപോലെ തന്നെ 2-3 ചെറിയ ഉള്ളിയും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയൊന്നും ഒരുപാട് വേണ്ട. ഒരുപാട് നമ്മൾ ഇട്ട് അരച്ചാൽ നമ്മൾ മീൻ പൊരിക്കുമ്പോൾ എല്ലാം പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. പിന്നെ ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലോട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചേർത്ത് അരച്ച് മീനിൽ തേച്ചാൽ നല്ല ടേസ്റ്റാണ്. അതിനൊരു പ്രത്യേക രുചി തന്നെയാണ് ആ മീൻ പൊരിച്ചതിന്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഞാനിപ്പം ഈ മസാല അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കണം. അപ്പോഴത്തേക്ക് മസാല നല്ല ഒരു പേസ്റ്റ് രൂപത്തിൽ കിട്ടും. ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ മീനും അതുപോലെ തന്നെ മസാലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 250 ഗ്രാമോളം മീനുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കിങ് ഫിഷാണ്. ഇനി നമുക്ക് നല്ലതുപോലെ ഈ മസാല ഈ മീനിൻ്റെ 2 വശത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഈ മസാല പുരട്ടിയ മീനെ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിനുശേഷം ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മീനൊന്ന് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഈ പാനൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ഓരോന്നായിട്ട് മീനിട്ട് പൊരിച്ചെടുക്കാം. ഒരേ സമയത്ത് ഒരുപാട് മീൻ ഇതിൽ നിറച്ചിടാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ മീൻ മൂത്ത് കിട്ടാൻ താമസമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 3 എണ്ണം മാത്രമേ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഒരു വശം ആയിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീനിൻ്റെ 2 വശം ഇപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള കഷ്ണങ്ങൾ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾ ഈ മസാല ഉപയോഗിച്ച് മീൻ പൊരിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ ഈ മസാല നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി കുറച്ച് ദിവസമൊക്കെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.